everyone, നമുക്ക് ഇന്നൊരു ഡൂഡിൽ ചെയ്താലോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വയർ ബോക്സ് ആണ് വേണ്ടത്. ഞാനിവിടെ 9 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ബോക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ 4 സൈഡിലും 3 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ എന്ന് വരുന്ന സ്ഥലത്ത് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. സോ ആ ഡോട്ട്സിനെയാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമ്മൾ വരയ്ക്കണം. അതായത് ഇപ്പോൾ വരച്ചതിൻ്റെ അതുപോലെ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്ത് തന്നെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. സോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറേ അധികം ഡയമണ്ട് ഷേപ്പിലുള്ള കാര്യങ്ങളാണ് കിട്ടുക. എന്നിട്ട് അതിനെ ഇങ്ങനെ സെൻറ്ററായിട്ട് ഒന്ന് വരയ്ക്കുക. കാരണം നമുക്ക് മുകളിൽ ഇങ്ങനെ 2 കംപ്ലീറ്റ് ഡയമണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ടല്ലോ. സോ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ പോയിന്റിലൂടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് 2 കാണാനായിട്ട് പറ്റും. സോ അതിൻ്റെ നടുവ് കൂടിയും നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ലൈനിൻ്റെ തൊട്ടപ്പുറത്തേക്ക് സ്കെയിൽ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ആ ഗ്യാപ്പ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. അത് ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ മാത്രമേ നമ്മൾ വരയ്ക്കാനായിട്ട് പാടുള്ളൂ, അല്ലാതെ ടോട്ടലി ഒരു വരയായിട്ട് വരയ്ക്കരുത്. സോ ഇങ്ങനെ നിറയെ ലൈൻസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ആ ഒരു സംഭവം ഫില്ല് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. സോ ഇങ്ങനെ എല്ലാ ലൈൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവിടെയും ചെയ്യാൻ പോകുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. സോ ഇങ്ങനെ കുറേ അധികം ലൈൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു കോളം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അവസാനം നോക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സ്കെയിലില്ലാതെ വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലില്ലാതെ വരയ്ക്കാം. ഞാൻ വളഞ്ഞു പോകണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് വരച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ഡയമണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഒറ്റയടിക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കരുത്. ആ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ മാത്രമേ വരയ്ക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള അതിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പുറത്തുള്ളത് ഉദ്ദേശിച്ചത് ഇവിടെ നിന്നാണ്. സോ ഇങ്ങനെ ഇതിനെയും നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ലൈൻസ് ഇട്ട് അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. സോ അവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കരുത്. സോ അത് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. സോ ഇങ്ങനെ അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിൽ വരച്ചാൽ ഒരുപാട് അടുപ്പിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വരച്ചാൽ മതിയാവും കേട്ടോ. സോ അങ്ങനെ അത് വരച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പുറത്തറ്റത്തും അപ്പുറത്തറ്റത്തും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള പകുതിയുള്ള ഡയമണ്ട്സ് പോലെ കാണുന്നില്ലേ. സോ അതും കൂടെ നമ്മളങ്ങ് ഇതേപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബുക്കിനെ തിരിച്ചു വെക്കുകയെ അല്ലെങ്കിൽ ഇപ്പോൾ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയും കൂടെ നമ്മൾ വരച്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ അതും ശ്രദ്ധിക്കുക, ഏത് കോളാണോ നിങ്ങൾ വരയ്ക്കുന്നത് ആ കോളത്തിൽ മാത്രം വരയ്ക്കുക, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കരുത്. സോ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കോളും നമ്മൾ ഫില്ല് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടുക. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഡൂഡിൽ പാറ്റേൺ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കെച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെണ്ണുകൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്കെച്ച് എടുത്തതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ വരയ്ക്കുക, അടുത്ത ഗ്യാപ്പ് വിടുക, എന്നിട്ട് വീണ്ടും അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പെന്നോ സ്കെച്ചോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കുക, എന്നിട്ട് അടുത്ത ഗ്യാപ്പ് വിടുക. ആ രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇല്ലൂഷണറി വർക്കാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇങ്ങനെ സ്കെച്ച് ആകുമ്പോൾ ഈസി ആയിട്ട് വരുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തത്. നിങ്ങൾക്ക് പെന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ വൈറ്റും ഇതും കൂടെ കാണുന്ന സമയത്ത് ആക്ച്വലി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് കാണാനായിട്ട്. സോ ഇങ്ങനെ സാറ്റിസ്ഫൈയിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. ഇപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വേർട്ടിക്കലായിട്ട് വരയ്ക്കുക. സോ എങ്ങനെയാണോ നിങ്ങൾക്ക് എവിടെയാണ് നമ്മൾ അപ്പോഴേ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, സോ അതേപോലെ തന്നെ നമ്മൾ ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇല്ലൂഷണറി ആയിട്ടുള്ള ഒരു വർക്ക് കിട്ടുന്നതായിരിക്കും. അതിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഇളകുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ ഒരു വർക്കിൻ്റെ പാറ്റേൺ വരുന്നുണ്ടായിരിക്കുക കേട്ടോ. സോ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. സോ ഇതിങ്ങനെ ബുക്കൊന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തല ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇളകുന്ന പോലൊരു ഫീൽ വരും. അതായത് ഇല്ലൂഷണറി ആർട്ടായിട്ടാണ് ഇത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാല